നമ്മുടെ ഹൈലൈറ്റ് റോഡ് ലിങ്സിന്റെ ഭാരത് ബെൻസ് ഗ്ലൈഡർ സെഡ് ആണ് ഈ കിടക്കുന്നത്. ഇതൊരു എമർജൻസി ഡോറാണ് വച്ചാൽ ഈ ഡോർ ഭാരത് ബെൻസ് ആണ്, ഗ്ലൈഡർ സെഡ് ആണ്. അപ്പോൾ ആ ഒരു പ്രീമിയം ടച്ച് നമുക്ക് എല്ലായിടത്തും കാണാം. ഡ്രൈവർ സീറ്റ് കണ്ടില്ലേ, സ്റ്റിയറിംഗ് കണ്ടില്ലേ, സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾ അല്ലേ നിങ്ങളെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ. ടോട്ടൽ 36 ബർത്തുകൾ ഉണ്ടാവും കണ്ടില്ലേ. ബാക്കത്ത് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയി നല്ല നമുക്ക് നല്ലൊരു ബഡ്ജറ്റിൽ ഏറ്റവും ബെസ്റ്റ് പ്രീമിയം യാത്ര. മച്ചന്മാരെല്ലാവർക്കും നമസ്കാരം. നമ്മുടെ റോഡിലെ രാജകന്മാർ സീരീസിൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ അത് എവിടെയെന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്താണ് മച്ചന്മാരെ. പൊൻകുന്നത്ത് നമ്മളൊരു 6 മാസം മുന്നേ വന്നിട്ടൊരു വണ്ടിയുടെ വീഡിയോ എടുത്തു. ഇപ്പോൾ അത് അവരുടെ ഒരു എന്താ പറയുക, ഒരു വണ്ടി ഭ്രാന്തൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ആ ഒരു വണ്ടി. ഒരു വണ്ടിയല്ല, നൈറ്റ് സർവീസാണ്. അപ്പോൾ 2 വണ്ടി ഒരുമിച്ച് ഇറക്കിയതായിരുന്നു. പക്ഷേ നമ്മൾ ഷൂട്ട് ചെയ്ത് ഒരു വണ്ടിയുടെ വീഡിയോ ആയിരുന്നു. കാരണം പൊൻകുന്നത്ത് ഒരു വണ്ടി ഉണ്ടാകുമ്പോൾ ബാംഗ്ലൂർ ഒരു വണ്ടി. ഇന്ന് നമ്മൾ വന്നത് അവരുടെ തന്നെ അടുത്ത ഘട്ടം ഒരു പുത്തൻ വണ്ടി, ഒന്നല്ല 2. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം വൈകാതെ വേറൊരു വണ്ടി കൂടി വരും. രണ്ടാമത്തെ വീഡിയോ എടുത്ത് വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചേസ് ബുക്ക് ചെയ്ത കാര്യം. അപ്പോൾ ഇതാ കിടക്കുന്നു ഗ്ലൈഡർ. അതെ മച്ചന്മാരെ, നമ്മുടെ ഹൈലൈറ്റ് റോഡ് ലിങ്സിന്റെ ഭാരത് ബെൻസ് ഗ്ലൈഡർ സെഡ് ആണ് ഈ കിടക്കുന്നത് അല്ലേ മലെ? അതെ. അപ്പോൾ മച്ചന്മാരെ നമ്മൾ ഇപ്രാവശ്യം വലിയ ഗ്യാപ്പ് എടുത്തിട്ടില്ല, ഏകദേശം ഒരു 1.5 ആഴ്ച ഗ്യാപ്പിൽ ഇതിന്റെ ഇടയിൽ എന്തൊക്കെ നടന്നു വെച്ചാൽ സ്വന്തമായിട്ട് നമ്മൾക്കൊരു ഷോപ്പ് തുടങ്ങി. എറണാകുളം കടവന്ത്ര നമ്മൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു, ഐവിക്. അതെ. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി കണ്ടിന്യൂസ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതെ. അപ്പോൾ ഇതാണ് മച്ചന്മാരെ നമ്മുടെ വണ്ടി, ഹൈലൈറ്റ് റോഡ് ലിങ്സിന്റെ പുതിയ ഭാരത് ബെൻസ് ഗ്ലൈഡർ. അന്ന് നമ്മൾ ഷൂട്ട് ചെയ്തത് അശോക് ലൈലൻ്റെ പ്രകാശ് ക്യാപ്പല്ല ഫ്രണ്ടേജിലുള്ള വണ്ടിയാണെങ്കിൽ, പ്രകാശ് ക്യാപ്പല്ല ബോഡിയുള്ള വണ്ടിയാണെങ്കിൽ, ഇന്നുള്ളത് ഭാരത് ബെൻസ് ഗ്ലൈഡർ സെഡ് ആണ്. അതെ. അതായത് വണ്ടി ഒരു ആജാനുഭാവ സാധനമാണെന്നുണ്ടെങ്കിലും ഈ ഡിസൈൻ കൊണ്ടും ആ ലിവറി കൊണ്ടും വണ്ടി ഭയങ്കര ഒരു ഒതുക്കുള്ള വണ്ടിയായി അല്ലേ. പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ ഇവരുടെ ഒരു കളർ കോമ്പിനേഷൻ അന്ന് കഴിഞ്ഞ വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓറഞ്ച്, വൈറ്റ്, ബ്ലാക്ക്, അതാണ് അവരുടെ ഒരു കളർ കോമ്പിനേഷൻ. ആ കളർ കോമ്പിനേഷൻ നിലനിർത്തിക്കൊണ്ട് ഡിസൈനിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടാണ് ഈ ഒരു വണ്ടി അവതരിപ്പിച്ചത്. ഓറഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു ബ്രൗൺ ടച്ച് കളറാണത്. അതെ, പ്രോപ്പർ ഓറഞ്ച് അല്ലേ. മറ്റേ ഡിസൈനായിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് വേറെ, ഇത് ഗ്ലൈഡറിൽ വന്നപ്പോൾ ഭയങ്കര ഭംഗി അല്ലേ. അതെ, നല്ല രസം. വണ്ടിയുടെ ഒരു ഡിസൈൻ സിമ്പിൾ ഡിസൈനാണ്, പക്ഷേ വണ്ടിക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അടുത്തൊരു സെഗ്മെൻറ്റിലേക്കാണ് കിടക്കുന്നത്. കാരണം കുറച്ചും കൂടി ഒരു കംഫർട്ടുള്ള ഒരു ഇതാണ് ഇപ്പോൾ കൂടുതലായിട്ട് സ്ലീപ്പർ സർവീസിൽ. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ക്യാപ്പല്ല കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഭാരത് ബെൻസ് ഗ്ലൈഡർ. ഇപ്പോൾ ഗ്ലൈഡർ തന്നെ ഈ ബോഡി തന്നെ നമുക്ക് പല ഇതിലും MGന്ന് പല രീതിയിലും പല ചേസ് വെച്ച് ചെയ്യാം, ഏഷ്യർ വെച്ച് ചെയ്യാം, നമുക്ക് ലൈലാൻഡ് വെച്ച് ചെയ്യാം. പിന്നെ ഫ്രണ്ടേജ് ഒക്കെ ചെറിയ മാറ്റം, ഏഷ്യർ ലീറാസിൽ ചെറിയ ചെറിയ മാറ്റം വരും, പേരിൽ മാറ്റം വരും, അതുപോലെ ചെറിയ മാറ്റം ബോഡിയിലും ഉണ്ടാവും. അപ്പോൾ മച്ചാന്മാരെ നമുക്ക് നമ്മുടെ വണ്ടിയിലേക്ക് വരുമ്പോൾ, അതായത് ഹൈലൈറ്റ് റോഡ് ലിങ്സിൻ്റെ ഈ ഒരു വണ്ടിയിലേക്ക് വരുമ്പോൾ മച്ചാന്മാരെ കണ്ടില്ല, ആ ഡിസൈൻ ആണെങ്കിലും മൊത്തത്തിൽ അടിപൊളിയാണ് വണ്ടിയുടെ ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏറ്റവും ടോപ്പിലായിട്ട് ഹൈലൈറ്റ് റോഡ് ലിങ്സ് എന്നുള്ള ഒരു പേര് കാണാം. പിന്നെ തൊട്ട് താഴെ ഉള്ളിലായിട്ട് ഒരു LCD ഡിസ്പ്ലേ ആണ് കേട്ടോ. അതായത് വണ്ടിയുടെ പേരും പിന്നെ ബാംഗ്ലൂർ ഡെസ്റ്റിനേഷനൊക്കെ ഉണ്ടാവില്ലേ, അതും നല്ലൊരു സംഭവം. കാരണം പ്രത്യേകിച്ച് എന്താ വെച്ചാൽ റണ്ണിങ് ബോർഡാണത്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ റൺ ചെയ്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അത് ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാലേ വണ്ടി രാത്രിയാണ് മെയിനായിട്ട് യാത്ര. അപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് ശരിക്കും പറഞ്ഞാൽ വണ്ടീനെ എങ്ങോട്ടാണ് ഈ വണ്ടി പോണെന്ന് അറിയാനെങ്കിലും ഒരു സംഭവം ആവശ്യമാണ്. വണ്ടിയുടെ പേര് ചിലപ്പോൾ രാത്രി ദൂരത്തൊന്നും ആൾക്കാരൊക്കെ കണ്ണിൽ പെടണമെന്നില്ല, പക്ഷേ ആ ഒരു LED ഡിസ്പ്ലേ ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ താഴേക്ക് വരുമ്പോൾ അവരുടെ ആ ഒരു ഡിസൈൻ, പിന്നെ DRL കാര്യങ്ങൾ, ഭാരത് ബെൻസിൻ്റെ ഗ്ലൈഡറിൻ്റെ ഡിസൈന് കാര്യങ്ങളൊക്കെ എല്ലാം കോമൺ ആണ്. ഈ ഒരു 3 ഹെഡ് ലാമ്പ് യൂണിറ്റ്, പിന്നെ അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് DRL കാര്യങ്ങൾ, ഏറ്റവും ടോപ്പിൽ ഇൻഡിക്കേറ്റർ, ഇതൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ചെറിയൊരു ഫോഗ് ലാമ്പ് കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാം. കാരണം ഫുൾ നൈറ്റാണ് വണ്ടിയുടെ മെയിൻ യാത്ര എന്ന് പറയുമ്പോൾ, അപ്പോൾ അത്യാവശ്യം വെട്ടം വേണ്ടേ? തീർച്ചയായിട്ടും വേണമല്ലോ. അതെ. പിന്നെ ഒരു പറഞ്ഞ പോലെ തന്നെ ഓറഞ്ച്, ബ്ലാക്ക് എല്ലാം കൂടി ചേർന്നൊരു കളർ കോമ്പിനേഷൻ കാണാം. പിന്നെ ഭാരത് ബെൻസിൻ്റെ വലിയൊരു ലോഗോ ഇവിടെ കാണാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലോഗോയും നല്ലൊരു ഭംഗിയല്ലേ പോലെ. ഭാരത് ബെൻസ് എന്നുള്ള സെൻറ്ററിൽ കൊടുത്തിട്ട് ചുറ്റും ഒരു സിൽവർ ഒരു ഡിസൈൻ ആട്ടോ, കണ്ടില്ല, നല്ല രസം കാണാൻ വേണ്ടിയിട്ട്. ഇത് വേണമെങ്കിൽ മാതിരി ബെൻസിൻ്റെ ഇത് ആ 3 ലൈനില്ല സാധനം ഒത്തിരി പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നമ്മൾ ഭാരത് ബെൻസിൻ്റെ ടോറസിലൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ടല്ലോ. യെസ്.
പിന്നെ മിററിനെ പറ്റി പറയുകയാണെങ്കിൽ അഡ്ജസ്റ്റബിൾ മിററാണ്. ഈ ബോൾ പോലെ കാണുന്ന പോലെ തന്നെ ആ ടൈപ്പിലൊരു മിററാണ്. അതെ, അഡ്ജസ്റ്റബിൾ മിററും കാര്യങ്ങളുമാണ്. അതെ, ആരോ കൈവിട്ടുണ്ട്. തൊട്ട് ബാക്കിൽ ഒരു KSRTC വെച്ചാമാരെ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ വണ്ടി സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി വീഡിയോ എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. ഇവിടെ വന്നപ്പോൾ ഒരു മഴ. അതെ, അപ്പോൾ ഞങ്ങൾക്കൊരു പേടി ഇപ്പോൾ പാടുമോ എന്നൊരു സംശയം. നമ്മൾ ആ ഒരു ഫ്രണ്ടിലെ ഒരു ഡിസൈൻ പറഞ്ഞ പോലെ തന്നെ ഓറഞ്ച് വൈറ്റ് ബ്ലാക്ക് ആ ഒരു ഡിസൈനാണ് വണ്ടിയുടെ ഒരു സൈഡും വരുന്നത്. കണ്ടില്ലേ, ഹൈലൈറ്റ് റോഡ് ലിങ്ക്സ് ഉള്ള പേര് അവിടെ ഹൈലൈറ്റിന്റെ എച്ച് ശ്രദ്ധിച്ചു ഞങ്ങള്. ശരിക്കും ഒന്ന് സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മനുഷ്യന്മാർ കൈ കൊടുക്കുന്ന പോലെ ഒരു സംഭവം. അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടല്ലേ. അതായത് രണ്ടാൾക്കാർ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉള്ളത്. സംഭവം കൊള്ളാം കേട്ടോ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരും അത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. കണ്ടല്ലോ വെച്ചാൽ വരെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു കണക്ഷൻ വണ്ടിയാണല്ലോ. അതെ, ഒരു പുതിയൊരു ബന്ധം സ്ഥാപിക്കില്ല. ആ ബന്ധം ഒരുപാട് കാലം നിലനിൽക്കാൻ പറ്റുന്ന ഒരു ബന്ധമാവട്ടെ. അപ്പോൾ വെച്ചാൽ ഇതാണ് ഒരു ഓവറോൾ ഡിസൈൻ കാര്യങ്ങളും വരുന്നത്. പിന്നെ സെൻട്രലായിട്ട് അവരുടെ ഒരു ലോഗോ, ഇത് അവരുടെ ലോഗോ ആണ് കേട്ടോ. നിങ്ങൾ ആൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് സെൻട്രലായിട്ട് ആ ലോഗോ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അവരുടെ വെബ്സൈറ്റ് www.highlightroadlinks.com എന്നുള്ള വെബ്സൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സീറ്റ് കാര്യങ്ങൾ ബുക്ക് ചെയ്യണമെങ്കിൽ, സീറ്റല്ല ബർത്ത്, സ്ലീപ്പർ ബർത്താണ്. അപ്പോൾ അത് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറാം. പിന്നെ ആൾറെഡി റെഡ് ബസ് അതിലൊക്കെ അതും എല്ലാ ബുക്കിംഗ് സോഫ്റ്റ്വെയറിലും ലഭ്യമാണ്. അതെ, പിന്നെ കോൺടാക്ട് നമ്പറും ഉണ്ട്, അതൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് ഒരു ഓവറോൾ സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ. കണ്ടില്ലേ ആ ഒരു വണ്ടിയുടെ ലെങ്ത്ത് കണ്ടില്ല മച്ചന്മാരെ, 13.5 മീറ്റർ. ഈ മറ്റുള്ള ബോഡി മാതിരിയല്ല. ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പ്രകാശ് ആയിക്കോട്ടെ, വീരാ ബോഡി ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, ഇതൊരു കട്ട് ചെയ്തിറക്കിയ മാതിരിയാണ്. ഇത് അതിൻ്റെ ഇടയിൽ ഒരു ലൈനുകളോ കെർവുകളോ ഒന്നും ഇല്ലാതെ ഒരു കട്ട് ചെയ്തിറക്കിയുള്ള ഒരു സൈഡ് വ്യൂ ആണ്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബാക്ക് നിന്ന് അല്ലെ ഫ്രണ്ട് നിന്ന് നോക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവില്ലേ. പിന്നെ ഇതൊക്കെ ഡിക്കിയാണ്. ഇതുണ്ടല്ലേ 1, 2, 3 ഇതൊക്കെ ഡിക്കിയാണ് മച്ചന്മാരെ. ഇത് സ്പെയർ വീലിൻ്റെ ഡിക്കിയാണ്. ഇതാണ് വണ്ടിയുടെ മോഡൽ. ഗ്ലൈഡർ Z+ എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് മച്ചാമാരെ വണ്ടിയുടെ ഒരു ഓവറോൾ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പിലായിട്ട് ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ കേട്ടോ. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ തന്നെ ഓറഞ്ച് ബ്ലാക്ക് വൈറ്റ് കളർ കോമ്പിനേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലായിട്ട് എന്തിൻ്റെ ടീമിലെ ലോഗോ ഉണ്ടല്ലേ, ലോഗോ ഉണ്ട്. അതിന് മുകളിൽ ഒരു CCTV ക്യാമറയും ഉണ്ട്. യെസ്, ഏറ്റവും ടോപ്പിലായിട്ട് CCTV ക്യാമറ നമുക്ക് കാണാം. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഇതൊരു എമർജൻസി ഡോറാണ് മച്ചാമാരെ. ഈ ഡോർ രണ്ട് രീതിയിൽ ഉപയോഗിക്കും. നമ്മൾ കഴിഞ്ഞ 1-2 വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ട്രിപ്പും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇതിനുള്ള പൊടിയും കാര്യങ്ങളും അടിച്ചിറക്കാം, ഫ്രണ്ട് കൂടെ അടിച്ചിറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് ആ മേറ്റയോട് മടക്കിയിട്ട് പുറത്തേക്ക് ഇടും ചെയ്യാം. അതെ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എമർജൻസി ഡോറാണ്, പക്ഷേ ക്ലീനിങ്ങിനും വേണ്ടിയിട്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ. അപ്പോൾ ഡോർ പറഞ്ഞിട്ട് കാലാകാലം ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് ഒരു ഓവറോൾ ലുക്ക്. പിന്നെ രണ്ട് സൈഡിലായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ഭാരത് ഗ്ലൈഡറിൻ്റെ ഒരു ടിപ്പിക്കൽ ഇപ്പോഴത്തെ ടൈലൈറ്റും കാര്യങ്ങളൊക്കെ ലോഗോ. യെസ്, രണ്ട് സിംഹങ്ങൾ. നിങ്ങൾ ആൾറെഡി നോട്ട് ചെയ്തിട്ടുള്ള സംഭവം കണ്ടില്ലേ, 2 സിംഹങ്ങൾ മുഖത്തോട് മുഖമല്ല ഓപ്പോസിറ്റ് നിൽക്കുകയാണ് അല്ലേ നിങ്ങളെ. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ മച്ചാന്മാരെ അപ്പുറത്തെ സൈഡ് കണ്ട സെയിം ഡിസൈനാണ്. പക്ഷേ ഇവിടെ ചേട്ടൻ ഡിക്കി തുറന്നിട്ട് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ കഴിഞ്ഞ ഹൈലൈറ്റിന്റെ വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ കുക്കിങ്ങും പരിപാടിയും വാഷിങ് എല്ലാം അവിടെ നിന്നാണ്. അതെ, അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യണം, വെള്ളം കൊണ്ടുപോകണം. അവിടെ എന്താ പറയുക, വെള്ളമില്ല, വെള്ളം കിട്ടാത്തൊരു പ്രയാസമാണ്. ഇല്ല നല്ല ഉണ്ട്, പക്ഷേ ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് എന്താ വെച്ചാൽ ഇതിങ്ങനെ ഡിക്കികളിൽ വെള്ളം നിറച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്രയും എന്താണ് സേഫാണ്. അതായത് വെള്ളം തേടി നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇഷ്ടംപോലെ ഡിക്കി സ്പേസ് ആണ്. കണ്ടില്ലേ എന്താ നല്ല സ്ഥലം കിട്ടി കഴിഞ്ഞാൽ വണ്ടി ആൾട്ടാക്കിയിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് വേറെ ഓടിക്കും പോകണ്ടല്ലോ. KSRTC പോവാണ്. KSRTC മെയിനായിട്ട് മൊത്തം സ്വാമിമാരാണല്ലേ ഇവിടെ. കയ്യെ കാട്ടുണ്ട്. ശബരിമലയ്ക്കുള്ള ട്രിപ്പാണ്. ഞാൻ ടാറ്റ എടുത്തിട്ട് കഴിയാൻ. അപ്പോൾ അങ്ങനെ അത് വണ്ടി പോകണം. മലക്കുള്ള വണ്ടി വന്നിട്ടുണ്ട്, ഫുള്ള് സ്വാമിമാരാണ്. അപ്പോൾ ഇതാണ് മച്ചന്മാരെ വണ്ടിയുടെ ഒരു ഓവറോൾ പുറത്തുനിന്നുള്ള വ്യൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വണ്ടി ഒന്ന് പുറത്ത് ഇവിടെ നിന്ന് ഇറക്കല്ലേ, വണ്ടിയുടെ കുറച്ച് റണ്ണിംഗ് വിഷ്വൽസ് കാര്യങ്ങൾ കാണിക്കാം. ചില്ല പരിപാടി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ കാണിക്കാം. അപ്പോൾ ബൈക്ക് മച്ചന്മാരെ നമുക്ക് എന്തായാലും നമ്മുടെ ചെക്കൻ്റെ ഹൈലൈറ്റ് റോഡ് ലിങ്ക്സിൻ്റെ ചെക്കൻ്റെ ഉള്ളിലേക്ക് കയറിയാലോ മോനെ. അതെ, റണ്ണിങ് ലൈറ്റ് ഓണായിട്ടുണ്ട് കേട്ടോ. ഹൈലൈറ്റ് റോഡ് ലിങ്ക്സ് കണ്ടില്ല മച്ചന്മാരെ. ഈ സംഭവം രാത്രി നല്ല യൂസ്ഫുൾ ആവട്ടോ. കണ്ടോ, ഹൈലൈറ്റ് റോഡ് ലിങ്ക്സ് വെൽക്കംസ് യു, ലെറ്റ് യുവർ കംഫേർട്ട്
ഫീൽസ് അനദർ ഹോം അങ്ങനെ എന്തൊക്കെ കാണിക്കുന്നത്. അപ്പോൾ മച്ചന്മാരെ നമുക്ക് നമ്മുടെ വണ്ടിക്കകത്തേക്ക് കയറാം. വണ്ടി ഇപ്പോൾ ആൾറെഡി ഉള്ളൊക്കെ ക്ലീൻ ചെയ്തിട്ടിരിക്കുകയാണ്. മച്ചന്മാരെ 2 ഡ്രീം ക്യാച്ചറൊക്കെ സെറ്റ് ചെയ്ത് കയറി വരുമ്പോൾ തന്നെ കേട്ടോ. പിന്നെ ആ ഒരു സ്മെല്ല് ലെവലെ പുത്തൻ വണ്ടീൻ്റെ സ്മെല്ല് അതൊരു ആകെ ഒരു മാസമായിട്ടുള്ള ഇറങ്ങിയിട്ട് നമ്മളെ ഒരു പിടിപ്പ് കേടുകൊണ്ടാണ് വരാൻ പറ്റാഞ്ഞത്. ഒരു മാസം ആയിട്ടുണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ ലോഞ്ചിന് വേണ്ടിയിട്ട് ഞങ്ങളോട്, അതായത് ബെൽഗാമിൽ MG ബോഡി, അതായത് MG ബോഡി ഭാരത് ബെൻസിൻ്റെ ചേസിൽ MG ബോഡി കിട്ടിയ വണ്ടിയാണിത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ MG ബോഡി വർക്ക്ഷോപ്പ് ബെൽഗാം, കർണാടകയിലെ ബെൽഗാമിലാണ്. അപ്പോൾ ഒരു 3 ദിവസത്തെ പരിപാടിയായിട്ട് ബെൽഗാം പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് അഭിലാഷേട്ടൻ പറഞ്ഞിരുന്നതാണ്. പിന്നെ നമ്മുടെ കുറച്ച് ചുറ്റുപാടും കാര്യങ്ങളും റെഡി അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പോകാൻ പറ്റാഞ്ഞ്. അതെ, പക്ഷേ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം പ്രകാശ് ബോഡി വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, MG ബോഡി വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടിട്ടില്ല. അതൊരു 4-5 ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ചുറ്റുപാടുകളും ലീവും കിട്ടൂല. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കൊണ്ട്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ വെഹിക്കിൾ മച്ചാന്മാരെ, ഇതാണ് ഒരു ഓവറോൾ ഡ്രൈവർ ക്യാബിൻ എന്ന് പറയുന്നത്. ഒരു പ്രീമിയം ടച്ച് നമുക്കിതിൽ ഓരോ സംഭവങ്ങളിലും ഭാരത് ബെൻസ് ആണ്, ഗ്ലൈഡർ Z ആണ്. അപ്പോൾ ആ ഒരു പ്രീമിയം ടച്ച് നമുക്ക് എല്ലായിടത്തും കാണാം. ഡ്രൈവർ സീറ്റ് കണ്ടില്ലേ, സ്റ്റിയറിംഗ് കണ്ടില്ലേ, സ്റ്റിയറിംഗിൽ തന്നെ ആ കൺട്രോൾ അല്ലേ, കൺട്രോൾസും കാര്യങ്ങളൊക്കെ മറ്റേ ക്രൂയിസ് കൺട്രോളും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതെ, കണ്ടില്ലേ, ഒരു മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ. മാത്രമല്ല വോൾവോ ക്യാബിനാണ്, കണ്ടില്ലേ, ആ ഒരു പ്രീമിയം ഫീലില്ലേ മൊത്തത്തിൽ. ഒരു അടിപൊളി പ്രീമിയം ഫീൽ. എനിക്കിത് ഈ മോൾ ഭാഗം കാണുമെങ്കിൽ എപ്പോഴും പഴയ സെഡോണില്ലേ, പഴയ സെഡോൺ ഇങ്ങനെ ഓർമ്മ വരും. അതെ, പക്ഷേ ബോഡി എന്താ പറയാ, കുറച്ചുകൂടി പ്രീമിയം ആണ്, കുറച്ചുകൂടി പ്രീമിയം ആണ്. അതെ, പ്രീമിയം സെഗ്മെന്റ് ആണ്. നല്ല പൈസ MG വാങ്ങുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ മൊത്തത്തിലൊരു ബ്രൗൺ പിന്നെ ഒരു ഓഫ് വൈറ്റ് കളറിലാണ് മൊത്തത്തിൽ ക്യാബിൻ ആണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും വരുന്നത്. ഇന്റീരിയർക്ക് കടക്കുന്നതിന്റെ മുന്നേ വേറെ വൈറ്റ് അല്ല, ഒരു ഐവറി ടച്ചാണ്. ഐവറി ടച്ച്, യെസ്, ഐവറി ടച്ചാണ്. പിന്നെ ഇവിടെ ഒരു ബർത്ത് ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഡ്രൈവർക്കാണെങ്കിലും ഒന്ന് റെസ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, 2 ഡ്രൈവർമാരുണ്ടാവും. 2 ഡ്രൈവർ ഉണ്ടാവും, ഒരു ക്ലീനറും ഉണ്ടാവും. അപ്പോൾ ഒന്ന് രാഹുലേട്ടനാണ് ഡ്രൈവർ, മറ്റു വേറെ ആരോ ആണ്, നമുക്ക് പരിചയമില്ല. രാഹുലേട്ടൻ എത്തിയിട്ടില്ല, അല്ലാതെ നമുക്ക് കട്ടക്ക് നിൽക്കാൻ ആളുണ്ട്. അതെ, അപ്പോൾ ഒരാൾ ഓടിക്കുമ്പോൾ ഒരാൾക്ക് ഇവിടെ കിടക്കാം. പിന്നെ ക്ലീനർക്ക് വേണമെങ്കിൽ പുള്ളിക്ക് ഇവിടെ സുഖമായിട്ട് ഇവിടെയും കിടക്കാം. അപ്പോൾ 3 പേരാണ് ക്രൂ ആയിട്ടുണ്ടാവും അല്ലേ. എന്താ പറയുക, മാറി മാറി ഓടിച്ചു പോകുന്നതുകൊണ്ട് ഒന്നാമത് കണ്ടിന്യൂസ് ഓട്ടാണ്. അതിൽ കൂട്ടത്തിൽ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ഓട്ടാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കോയമ്പത്തൂർ എത്താൻ നേരത്തൊന്നും മാറുന്നല്ലേ. ആ സ്ഥലത്തിന്റെ പേര് കോയമ്പത്തൂരല്ല, പെരുന്തുറ. പെരുന്തുറ സാധാരണ ഇതിൽ അവിടെ മാറില്ല, ഇപ്പോൾ അവിടെ ആവുമെന്ന് വിചാരിക്കുന്നു. ഡ്രൈവർ. അതെ, വെച്ചാൽ ഇതൊരു പാർട്ടീഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഡോർ അടച്ചിടും കേട്ടോ. ഈ രാത്രി കഴിഞ്ഞ് ഈ ഡോർ അടച്ചിടും. പിന്നെ ക്യാബിനുമായിട്ട് അങ്ങനെ ഒരു ഇതുണ്ടാവും, കോൺടാക്ട് ഉണ്ടാവില്ല. യെസ്. അപ്പോൾ ഇതാണ് മച്ചാമാർ ഒരു ഓവറാൾ ഇൻറ്റീരിയർ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടില്ലേ, പക്ക പ്രീമിയം ഒരു എന്താ പറയുക, പ്രീമിയം ലുക്കാണ്. ഒരു 2+1, അതായത് ഈ സൈഡിൽ 2, ഈ സൈഡിൽ 1 എന്നുള്ള രീതിയിലാണ് ബർത്ത് വരിക. 2 മീൻസ് 2+2, അതായത് താഴെ 2 ഉണ്ടാവും, മേലെ 2, ലോവർ ബർത്ത് 2, അപ്പർ ബർത്ത് 2 അല്ലേ. ഇതുപോലെ ഇവിടെയും മുകളിലും താഴെയായിട്ട്. അതെ, ടോട്ടൽ 36 ബർത്തുകൾ ഉണ്ടാവും മച്ചാന്മാരെ. ഫ്രണ്ട് മുതൽ ബാക്ക് വരെ നോക്കുക വെച്ചാൽ ടോട്ടൽ 36 ബർത്തുകൾ ഉണ്ടാവും. കണ്ടില്ലേ, ബാക്കത്ത് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇത്. ഇവിടുത്തെ പോലെ ആയിരിക്കില്ല. യെസ്, യു ആർ റൈറ്റ്. ഇവിടെ തല ഇവിടെ വെക്കുമ്പോൾ ബാക്കത്തേൽ മാത്രം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അല്ല, ഒരു കണക്കിന് നല്ലതാണ്. കാരണം തല അവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നാമത് ബാക്കാണ്, ചിലപ്പോൾ എടുത്തടിക്കും. ബാക്കിൽ അവിടെ കുറച്ചുകൂടി കംഫർട്ട് ഇതായിരിക്കും അല്ലേ. പിന്നെ മച്ചാന്മാർ ബാഗ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. വാട്ടർ ബോട്ടിൽ വെക്കാനുള്ളത് 2 സൈഡിൽ ഇവിടെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ചാർജിങ് സ്ലോട്ടുകൾ കണ്ടില്ലേ, അവിടെ അല്ല, ചാർജിങ് സ്ലോട്ട് ഇവിടെ ഉണ്ട്, കണ്ടില്ലേ. പ്ലഗ് ആയിട്ട് അഥവാ അഡാപ്റ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പുറത്തും കുത്താം. ഫോൺ വെക്കാനുള്ളതാണെങ്കിൽ ഇത് ഇവിടെ അതിനുള്ള സ്പേസ് കാര്യങ്ങളുണ്ട്. AC വെന്റ് ഇത് കണ്ടില്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കറക്റ്റ് ചെയ്യാം കേട്ടോ. അതായത് AC ക്ലോസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് തിരിച്ചു കഴിഞ്ഞാൽ ക്ലോസ് ആവും, ആ ഒരു രീതിയിൽ വരിക. ഇതുപോലെ തന്നെ ഇതാണ് വാട്ടർ ബോട്ടിൽ വരുന്നത്. ഇതിപ്പോൾ ഹൈലൈറ്റ് ലോർലിങ്സിന്റെ ഒരു ബാഡ്ജിങ്ങോട് കൂടിയിട്ട് സ്റ്റിക്കർ വർക്കും. നമ്മൾ ആദ്യം റിവ്യൂ ചെയ്ത വണ്ടിയാട്ടോ ഈ കണ്ടേ, അതിൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ്. പുത്തൻ ഫോട്ടോ വെച്ചിട്ട് ഇറക്കിയിട്ടില്ല തോന്നുന്നുണ്ട്. പിന്നെ വേറൊരു ഇത് കോംപ്ലിമെൻ്റ് ആയിട്ട് അവർ കൊടുക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ വേറെ സംഭവം കൂടി ഉണ്ട്, സ്നാക്സ് ആയിട്ട്. കണ്ടില്ലേ, ഇതിലും അപ്പം നമ്മുടെ പഴയ വണ്ടിയാണ്. പഴയ വണ്ടിയല്ല, 6 മാസമായിട്ടുള്ളൂ. പുത്തൻ വണ്ടി തന്നെയാണ് അതും. ഇതൊരു ക്യാപ്പല്ല. ഇതിന് ഇപ്പോൾ അടിച്ചിറക്കുമ്പോൾ ചിലപ്പോൾ ഇതിപ്പോൾ ബൾക്കായിട്ടല്ല ഓർഡർ എടുത്തിരിക്കുന്നത്. ഇത് കയ്യേണ്ട എന്നാലും അടുത്ത ഇറക്കാൻ പറയാം. ഈ ഒരു ഡിസൈനുകൾ കണ്ടില്ലേ, അതായത് ഒക്കെ ഒരു ഓറഞ്ച്, ബ്ലാക്ക്, വൈറ്റ്, അതാണ് കളർ കോമ്പിനേഷൻ. പിന്നെ ഈ ഒരു സ്പോട്ട് ലൈറ്റ് ആയിട്ട് ബ്ലൂ ലൈറ്റ് കാര്യങ്ങൾ ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ബർത്ത് കാര്യങ്ങളൊക്കെ അതേ ഓരോ ബർത്തിൻ്റെ ടോപ്പിലായിട്ട്, അതായത് ഈ ഒരു പാസേജിൻ്റെ ടോപ്പിലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ ബർത്തിൻ്റെ നമ്പർ കാര്യങ്ങൾ കേട്ടോ. പിന്നെ വേറെ എന്താ പറയാനുള്ളത്, എന്താ ജിങ്കിൻ്റെ AC ആണ്, ഓൾറെഡി ACൻ്റെ കാര്യം പറഞ്ഞതാണ്. പ്രത്യേകിച്ച് പിന്നെ ട്രാവൽ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇതിനു മുന്നേ MGയുടെ വണ്ടികളിൽ യാത്ര ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആയിരിക്കും ഇതിലും. അടിപൊളിയാണ്. എന്തായാലും നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റ് മുകളിലാണ് ഇത്. ക്യാപ്പലിന ആ ഒരു സെഗ്മെൻറ്റ് ഉണ്ടല്ലോ,
ലൈലാൻഡ് ട്രാവൽ കംഫർട്ട് കുറച്ചുകൂടി കൂടി അടുത്ത, അതായത് വോൾവോന്റെ അത്ര എത്തിയിട്ടില്ല, ക്യാപ്പലേന്ന് വിട്ടില്ല, അതിന്റെ ഇടത്തരം ആ ലെവലാണ്, ഒരു മിഡ് പ്രീമിയം സെഗ്മെന്റ് ആണ്. അതെ, അത്യാവശ്യം നല്ല കംഫർട്ട്, നല്ല നമുക്ക് നല്ലൊരു ബഡ്ജറ്റിൽ ഏറ്റവും ബെസ്റ്റ് പ്രീമിയം യാത്ര. അതാണ് നമ്മുടെ ഹൈലൈറ്റ് റോഡ് ലിങ്ക്സ് നിങ്ങൾക്കായി ഓഫർ ചെയ്യുന്നത്. അപ്പോൾ മച്ചാന്മാരെ, ഇതാണ് എന്താ പറയുക ബെഡ്ഷീറ്റ്, ബെഡ്, അത് ഈ ഒരു എന്താ പറയുക ലുക്കാണ് വരുന്നത്. ഇത് പുതപ്പാണ്, കണ്ടില്ലേ, ഇത് ആൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹൈലൈറ്റിൻ്റെ ബാഡ്ജിങ് ഒക്കെ ഇതിലും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാണ് ഒരു ഓവറാൾ ലുക്ക് കാര്യങ്ങൾ വരുന്ന മച്ചാന്മാരെ. ബാംഗ്ലൂർ റൂട്ട് ഒരുപാട് കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും നല്ല സർവീസ് വരുന്ന ശരിക്കും പറഞ്ഞാലേ ഇതുവരെ ചെയ്ത യാത്രകളിലൊക്കെ നമ്മൾ മുകളിൽ, അതായത് അപ്പർ ബർത്തിൽ മാത്രമേ യാത്ര ചെയ്തിട്ടുള്ളൂ അല്ലേ, ലോവർ ബർത്തിൽ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കണം. ലോവർ ബർത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഹൈലൈറ്റിന്റെ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് തിരിച്ചു പോയപ്പോൾ നമ്മൾ ലോവർ ബർത്തിൽ നിന്ന്, അന്ന് പിന്നെ ശാരീരികമായിട്ട് വലിയ നല്ലൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു, എനിക്കും ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ ലോവർ ബർത്ത് ഏകദേശം ഈ ഭാഗത്തായിട്ട് കടന്നുറങ്ങിയ ഓർമ്മയില്ല, എനിക്കല്ല ഓർമ്മ. അപ്പോൾ അച്ഛന്മാരെ, ഇതാണ് ഇവിടേക്കാണ് കണ്ടില്ലേ AC വണ്ടി ഈ ഒരു സൈഡിലാണ് വരുന്നത്. ഇവിടെ 2 സൈഡിലുണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു വിൻഡോയുടെ സ്പേസും കാര്യങ്ങളൊക്കെ കണ്ടില്ല, ഇത്രയും സ്പേസാണ്, നല്ല അടിപൊളി വ്യൂ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കിട്ടും. നമുക്കിവിടെ കറക്റ്റ് ഉണ്ട്, വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ ലൈറ്റിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം, പ്രൈവസിയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ കർട്ടൻസ് ഉണ്ട്. ആ ഒരു ഇപ്പോൾ ഇവിടെ 2 പേര് കിടക്കുന്നതാണെങ്കിൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ആ ഒരു പ്രൈവസിയുടെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കർട്ടൻ ക്ലോസ് ചെയ്യാവുന്നതാണ്. അതേപോലെ പിന്നെ എടുത്ത് പറയുന്നത് രാഹുലേട്ടനായിക്കോട്ടെ, നമ്മളെ ഇതിൻ്റെ ഓണറായിട്ടുള്ള അഭിലാഷേട്ടനായിക്കോട്ടെ, നമ്മളോട് കാണിക്കുന്ന ഒരു പെരുമാറ്റം ഉണ്ടല്ലോ, അത് ഭയങ്കര ക്വാളിറ്റി ഉള്ളതാണ്. അതുപോലെ സർവീസിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഞങ്ങൾ ആൾറെഡി പലപ്പോഴായിട്ട് മച്ചന്മാരെ വണ്ടി നിർത്തിയിട്ടാണ്, അതിൻ്റെ ഒരു ചൂട് വണ്ടിക്കകത്തുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഈ വേർക്കണത്. ഫുള്ള് ഫിക്സ്ഡ് ക്ലാസ് ആയതുകൊണ്ട് AC അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല, ചിന്തിച്ചാൽ അറിയാലോ. അപ്പോൾ സർവീസിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. വണ്ടി ആൾമോസ്റ്റ് എപ്പോഴും ഫുള്ളാണ്, നിങ്ങൾ നോക്കിയറിയാം. അത് ഒന്നാമെന്താ വെച്ചാൽ ഇവർ ഈ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ സർവീസ് കൊണ്ടും പെരുമാറ്റം കൊണ്ടുമാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ, വണ്ടി ഇപ്പോഴും ഫുള്ളായിട്ട് തന്നെ പോട്ടെ. പിന്നെ ഇവിടെ ഒരു ഇത് നേരത്തെ കാണിക്കാൻ വിട്ടു തോന്നുന്നുണ്ട് കേട്ടോ, ഇവിടെ ഒരു ക്ലീനർ സീറ്റ് ഉണ്ട്, ഇത് കണ്ടില്ലേ, ഇതും നല്ല കംഫർട്ടാണല്ലോ ഇവലെ സീറ്റ്, നല്ല സുഖസുന്ദരമായിട്ട് ഇങ്ങനെ ഇരിക്കും വെച്ചവരെ, ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യാം. ഒരു വട്ടം യാത്ര ചെയ്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് പറയണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, മുന്നേ നമ്മൾ ഇതേപോലെ ഗ്ലൈഡറിൽ യാത്ര ചെയ്തിട്ട് എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. നമുക്ക് പോവാം, ഹൈലൈറ്റ് വണ്ടി തന്നെ ബാംഗ്ലൂർ ഞങ്ങൾ പോകും. അപ്പോൾ ഇതാണ് മച്ചന്മാരെ വണ്ടിയുടെ ഒരു ഓവറാൾ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, അടിപൊളിയാണ് മൊത്തത്തിൽ വണ്ടി അല്ലേ നിങ്ങളെ. അപ്പോൾ മച്ചന്മാരെ, എന്തായാലും വീണ്ടും നമ്മൾ വണ്ടിയുടെ ഒരു ട്രാവൽ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പിന്നീട് ഒരു ദിവസം വരാം. കംഫർട്ടിൻ്റെ കാര്യങ്ങളൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല, കാരണം ഭാരത് ബെൻസ് ഗ്ലൈഡറാണ്, അത്യാവശ്യം നല്ല നിങ്ങൾ പറഞ്ഞ പോലത്തെ നല്ല കംഫർട്ട് യാത്രയായിരിക്കും. സോ അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ള കംഫർട്ടായിട്ടുള്ള കിടന്നുള്ള യാത്രകൾക്ക് ബാംഗ്ലൂർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൊൻകുന്നത്തുനിന്നോ അല്ലെങ്കിൽ പൊൻകുന്നത്തും ഇവരുടെ വണ്ടിയുണ്ട്. അതായത് ഈ ഭാരത് ബെൻസ് ഗ്ലൈഡർ സ്റ്റാർട്ട് ചെയ്യുന്ന പൊൻകുന്നത്തു നിന്നാണ്, മറ്റേ വണ്ടി കോട്ടയത്തു നിന്നാണ്. സോ പൊൻകുന്നത്തുനിന്നോ കോട്ടയത്തുനിന്നോ ആർക്ക് ബാംഗ്ലൂർ പോകണമെങ്കിലും ഹൈലൈറ്റിൻ്റെ വെബ്സൈറ്റ് കയറി നോക്കാം, അല്ലെങ്കിൽ റെഡ് ബസ് കയറി നോക്കാം. ഇപ്പോൾ ആപ്പ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പറഞ്ഞായിരുന്നു. ആപ്പിൽ വേണമെങ്കിൽ ആപ്പ് ലോഞ്ച് ആയിട്ടില്ല. അത് പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്. അമൽ ബ്രോ ആണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അമൽ ബ്രോ നമ്മൾ എടുത്തെടുത്ത് പറയുന്നു, സംഭവം കൊള്ളാം. ശരിക്കും അമൽ ത്രൂ ആണ് നമ്മൾ ഹൈലൈറ്റിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഇത് നമ്മളൊരു ടീമാണല്ലേ, അതെ, നമ്മളൊരു ബെൽറ്റായി മാറിയിരിക്കുകയാണ്. ബെൽറ്റാണ് ഇപ്പോഴത്തെ വാക്ക്. പിന്നെ മച്ചാമാരെ, പ്രൊമോഷൻ ആണെന്ന് വിചാരിക്കരുത്, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഒരു സ്വന്തമായിട്ട് ഷോ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ യൂസ്ഡ് ഫോൺസും ഫ്രഷ് ഫോൺസും എന്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഐവിക് ഒഫീഷ്യൽ കേട്ടോ, ഐവിക് മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് ജസ്റ്റ് കയറി വെക്കാം. അത് എറണാകുളം കടവന്തരാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാം. യെസ്. അപ്പോൾ മച്ചാമാരെ, ഇത്രയൊക്കെയാണ് നമ്മുടെ ഹൈലൈറ്റ് റോഡ് ലിങ്ക്സിൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നും നോക്കണ്ട, ബെല്ലൈക്കൺ അടിച്ചങ്ങോട്ട് പിടിക്കാനോ. മാത്രമല്ല ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് കയറി വെക്കാം, എന്തായാലും ഫോളോ ചെയ്തേക്കാം. മച്ചാമാരെ, ദിസ് ഈസ് ടൈഗോൺ സൈനിങ് ഓഫ്.